അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതാണ് ഒരു ഘട്ടം. രണ്ടാമത്, അത്തരം ചിന്തകൾ മലയാളത്തിൽ ആരംഭിച്ച ഒരു കാലത്തിനെയും ആ കാലത്തിൽ നിന്ന് രണ്ട് കൃതികളെയും ഞാൻ എടുത്തിട്ട് ആ കൃതികളുടെ സവിശേഷമായിട്ട് ആ കൃതികൾ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്താണ് എന്ന് നോക്കുകയാണ് അതിന്റെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് അവിടെയാണ്. സോ അപ്പോൾ അത് കൂടുതലും ചോദ്യങ്ങളും പെർഹാപ്സ് ആൻ ഓപ്പൺ എൻഡ് കൺക്ലൂഷൻ ഒക്കെയുള്ള ഒരു ഘടനയാണ്. നാടകവേദിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അത് കഴിഞ്ഞ കുറെ കാലമായി പാശ്ചാത്യ നാടകവേദിയിൽ അങ്ങനെ തന്നെയായിരുന്നു. 20-ാം നൂറ്റാണ്ട് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് രംഗഭാഷയെ പറ്റിയുള്ള ചില ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഒരു വലിയ സമർത്ഥമായ, ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള ഒരുപാട് ഇതൊക്കെ നമ്മൾ പാശ്ചാത്യ നാടകവേദിയിൽ കാണും. പക്ഷെ ഇപ്പോ ആ ഭാഷ, രംഗഭാഷ എന്നുള്ള പ്രയോഗത്തിന് തന്നെ, ആ പ്രയോഗം തന്നെ, ആ സംജ്ഞ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അത് വളരെ രസകരമാണ്. അതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് അത്തരം ഒരു ചിന്ത ഫോർമുലേറ്റ് ചെയ്ത് വരുന്നതിൽ ഹാസ് ഗോട്ട് എ ലോങ് ഹിസ്റ്ററി which comes from philosophical thinking, aesthetic traditions and practice itself. Now, I am not going into the details of all these facts, but I am presenting what is debatable or what is questionable when we say stage language or theatre is language. അത് സത്യമാണ്, തിയേറ്റർ ലാംഗ്വേജ് തന്നെ. പക്ഷേ അത് എപ്പോഴും പ്രോബ്ലമാറ്റിക് ആവുന്നത് നമ്മളതിനെ ഭാഷയുമായി ചേർക്കുന്നു. അരങ്ങിനെ ഭാഷയുമായി ചേർക്കുമ്പോഴാണ് അത് പ്രോബ്ലം. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സംവേദനത്തിന് രൂപപ്പെടുത്തുന്ന ഭാഷയാണ്. ഭാഷ വളരെ പ്രിഡോമിനന്റ് ആയിട്ട് ഉള്ള ഒരു മീൻസ് ഓഫ് എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ, അല്ലെങ്കിൽ കലയിലുണ്ടാകുന്ന, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അവസ്ഥകളെയും അനുഭവങ്ങളെയും നമ്മൾ ഭാഷയുമായി തട്ടിച്ചിട്ടാണ്, ഭാഷയുമായി കണ്ണി ചേർത്തിട്ടാണ് മനസ്സിലാക്കുന്നത്.